ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ്. അതിന് ഞാൻ 1 കപ്പ് നൈസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പൊൻകതിർ എന്ന ബ്രാൻഡിൻ്റെ ഇടിയപ്പം പത്തിരി പൊടിയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആ 1 കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചുകൊണ്ട് മിക്സ് ചെയ്യുക. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ 1 കപ്പ് വെള്ളമാണ് ആദ്യം എടുത്തത്, പക്ഷേ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിയിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഇതിൽ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ ഈ പലഹാരം എപ്പോഴും ഉണ്ടാക്കും. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അമ്മമാർക്ക് ഇതൊന്നും ഉണ്ടാക്കാനായിട്ട് നേരമില്ല. അപ്പോൾ ആ പലഹാരം നമുക്ക് അതേ ടേസ്റ്റോട് കൂടി കഴിക്കണമെങ്കിൽ ഇങ്ങനെ എളുപ്പത്തിലൊരു ടെക്നിക്കിലൂടെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഈ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് ശർക്കരയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് വേണമെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് നാളികേരം അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ ഇതാണ് എളുപ്പവഴി. ഇപ്പോൾ പിള്ളേർ വരുമ്പോൾ വേഗം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് വേഗം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ഇതേ കണ്ട, ഇത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ഞാൻ വാഴയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് വാട്ടിയെടുത്ത വാഴയിലയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ആ മിക്സ് ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വട്ടത്തിലൊന്ന് പരത്തിയെടുക്കുക. ഭയങ്കര നൈസായിട്ട് പരത്തരുത്, അപ്പോൾ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു മീഡിയം സൈസിൽ നമ്മളിത് പരത്തിയെടുക്കണം. കണ്ട, ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്കിൽ നമ്മൾ 1 ടീസ്പൂൺ ആ കോക്കനട്ട് മിക്സ് വെച്ച് കൊടുക്കുക കേട്ടോ. പരത്തിയൊന്നും ഇടണ്ട, നടുക്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതങ്ങോട്ട് മടക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ മാവ് അതിൻ്റെ സൈഡിൽ കൂടെ ഒലിച്ച് താഴത്തേക്ക് വരും. ഇനി നമ്മളിത് ചൂടായി കിടക്കണ ഒരു സ്റ്റീമറിലേക്ക് ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി എല്ലാം ഇതുപോലെ വെച്ച് കൊടുക്കണം. 2 സൈഡും മടക്കിയിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കേരള സ്പെഷ്യൽ ഇലയട തയ്യാറായിട്ടുണ്ട്. ഇതൊരു ചൂട് ചായക്കൊപ്പം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല കനം കുറഞ്ഞിട്ടാണ് ഇത് കിട്ടുക. നല്ല പൂവിൻ്റെയൊക്കെ എതള് പോലെ കനം ഉണ്ടാവുള്ളൂ കേട്ടോ. വായിൽ വെച്ചാൽ അലിഞ്ഞു പോണ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.